പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദ ലോർഡ് ഹാസ് ഗിവൺ us. ഇത് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസം. എന്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ഞാൻ സന്തോഷിക്കും. വാട്ട് എവർ ദ സിറ്റുവേഷൻ ഐ ഗോ ത്രൂ, I will rejoice. That's my decision to be rejoice. കാരണം ഞാൻ സന്തോഷിക്കണമെന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഞാൻ സന്തോഷിക്കും. കാരണം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവ് സകലതിന്റെ മേലും കർത്താവാണ് അധികാരത്തിൽ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നമ്മുടെ കർത്താവിനാണ്. അതുകൊണ്ട് സന്തോഷിച്ച് ഈ പ്രഭാതത്തിൽ തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിക്കോ. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് റീച്ചാൻ പറഞ്ഞ പോലെ ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. പേഴ്സണലൈസ് ചെയ്യണം അല്ലെ? എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദിവസം എന്ന് പറഞ്ഞ ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദിവസമായ ഈ ശനിയാഴ്ച, ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശനിയാഴ്ച ഞാൻ ജീവനോടെ ഇരിക്കുന്ന ഈ ദിവസം കർത്താവ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ സന്തോഷിക്കും, ഇന്ന് ഞാൻ ആനന്ദിക്കും, ഇന്ന് കർത്താവിന്റെ അഭിഷേകത്തിൽ ഞാൻ നിറയും. എനിക്ക് വേണ്ടിയതല്ല. നമ്മളെപ്പോഴും നമ്മളുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അതിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്. എന്നാൽ അതിലുപരിയായി കർത്താവ് നിന്റെ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, നിന്റെ പരിജ്ഞാനത്താൽ, നിന്റെ ജ്ഞാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തന്റെ പ്രാർത്ഥന അല്ലേ, ഓപ്പൺ ദ ഐസ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്, എന്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. അപ്പൊ അതൊക്കെയായിരുന്നു തനിക്ക് എനിക്ക് നമുക്ക് തന്നിരിക്കുന്ന എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാൻ. നമ്മളെപ്പോഴും നമ്മൾ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും നമുക്ക് അതാ വേണ്ടിയത്. പക്ഷെ അതിലുപരിയായി ആ അഭിഷേകത്തിനായിട്ടൊന്ന് ദാഹിച്ച്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തെ ഈ അപ്പം തിന്നതുകൊണ്ടാണ് കർത്താവിനോട് പറയല്ലേ, അപ്പം തിന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വന്നത്. പക്ഷെ കർത്താവിന് തരാനുള്ള അതിനേക്കാൾ വലുതാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. കർത്താവ് പലപ്പോഴും ഹയർ തിങ്സ് ആ പറയുന്നത് അല്ലെ. പക്ഷെ പലതും അന്ന് നമുക്കതൊന്നും ഇന്നത്തെ വിഷയം അല്ലെ, ഇന്നത്തെ നമ്മുടെ ലൈഫ് ഇഷ്യൂസ് ആണ് നമുക്ക് പ്രധാനം. പക്ഷെ ഇതിന്റെ ഏറ്റവും രസകരമായ ഭാഗം, ഇഫ് യു സീക്ക് ഗോഡ്, കർത്താവിനെ നിങ്ങൾ അന്വേഷിച്ചാൽ ഇതെല്ലാം ചേർക്കും. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ചേർക്കപ്പെടുമെന്ന്. അപ്പം കർത്താവിനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ദാഹിച്ച് ആ പരിജ്ഞാനത്തിനായി, ജ്ഞാനത്തിനായി, ആ കർത്താവിന്റെ മനസ്സലിവിനായി ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ കർത്താവ് ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. ആ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പൊ ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയി തീരാനും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് അതിനായിട്ട് ദാഹിച്ച് ഇന്ന് എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ, ഇന്ന് ആത്മാവ് എന്റെ മേൽ വരണമേ, ഇന്ന് കർത്താവിനോട് സംസാരിക്കണമേ, കർത്താവിന്റെ ശബ്ദം എന്റെ ചെവിക്കുള്ളിൽ കേൾക്കണമേ, ആ കർത്താവ് പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. എന്നെ എന്തിനാ കർത്താവെ നിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത്? ആ വിളിക്ക് യോഗ്യമായി എന്നെ ഒന്ന് നടത്തണമേ. എന്തിനാ, എന്ത് പർപ്പസിലാ, എന്ത് ഇതിലാ എന്നെ വിളിച്ചിരിക്കുന്നത്? അല്ലെ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരാളെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാനോ ഒക്കെ വിളിച്ചാൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ പുള്ളിയെ കൊണ്ട് ഇന്നതൊക്കെ ഞാൻ ചെയ്യിക്കും, ഞാൻ ഇത്ര ഇത് കൊടുക്കുന്നത് കൊണ്ട് മാക്സിമം ചെയ്യിക്കാൻ നമ്മൾ നോക്കില്ല. ഒരു ജോലിക്കാരനെ നമ്മൾ അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ നിർത്തിയാൽ മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചെയ്യാൻ, അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതെല്ലാം നമ്മളെ എന്തിനാ കർത്താവ് തെരഞ്ഞെടുത്തേ? തന്റെ ജീവനെ തന്ന് ആ ക്രൂശിൽ നമ്മളെ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ തെരഞ്ഞെടുത്ത് എന്തിനാ കർത്താവ്? എപ്പോഴെങ്കിലും അതൊന്ന് ചോദിച്ചിട്ടുണ്ടോ? കർത്താവ് എനിക്ക് അത് വേണം, ഇത് വേണം, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ വീട്, എന്റെ 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 എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമല്ലേ? അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് അത് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട്
കർത്താവ് നീ എന്ത് ഉദ്ദേശത്തിനാ എന്നെ വിളിച്ചത്, കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് എന്തിനാ എന്നെ വിളിച്ചത്. അതല്ലേ റോമർ ലേഖനം 8:28 പറയുന്നത്. നിർണയപ്രകാരം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു, കോൾഡ് ഫോർ എ പർപ്പസ്. അല്ലെ, എന്തിനാ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, ഒരു യോഗ്യതയും ഇല്ലാതെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് നടന്ന, കർത്താവിൽ വിശ്വസിക്കാതെ, ഇങ്ങനെ ഒരു ജീവനുള്ള കർത്താവ് ഉണ്ടോന്ന്, എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ജീവനുള്ള ഒരു കർത്താവ് ഉണ്ടോന്ന് പോലും അറിയാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാനൊക്കെ കർത്താവ് ഭാഗ്യം തന്നു. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ജീവിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ ദൂഷിച്ച്, കർത്താവിന്റെ വേല ചെയ്യുന്നവരെയൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ച്, അങ്ങനെയൊക്കെ ജീവിച്ച, ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ച, എന്നാ പറയുന്നത്, പിന്നെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച്, എന്നെ എന്നാത്തിന് കർത്താവേ നിന്റെ ഈ വലിയ രാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയായിട്ട് എന്നെ എന്തിനാ കർത്താവെ തെരഞ്ഞെടുത്ത്? നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ന് നമ്മളോട് തന്നെ നമ്മളൊക്കെ ഒന്ന് കർത്താവിനോട് ചോദിക്കാം, കർത്താവെ നീ എന്തിനാ എന്നെ തെരഞ്ഞെടുത്തേ? ആ വിളിയും തെരഞ്ഞെടുപ്പും എന്തിനാ എന്റെ മേൽ വെച്ചത്? വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു, നമ്മുടെ ബന്ധത്തില് പഠിത്തമുള്ളവരുണ്ടായിരുന്നു, ബൈബിള് കൂടുതൽ അറിയാവുന്നവരുണ്ടായിരുന്നു, കൂടുതൽ വിശുദ്ധിയിൽ ജീവിച്ചവരുണ്ടായിരുന്നു, എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ എന്തിനാ കർത്താവെ നിന്റെ ഈ ദൈവരാജ്യത്തിന്, സൗന്ദര്യം, എന്തൊക്കെ എല്ലാ കാര്യങ്ങളിലും എന്നെ എന്തിനാ കർത്താവെ ഈ സ്വർഗരാജ്യം? ചിലരൊക്കെ സംസാരിക്കാനുള്ള ഭയങ്കര കഴിവല്ലേ, ഇതൊന്നും നമുക്കില്ലാതെ നമ്മുടെ കർത്താവ്. ഇന്നലെ ഞാൻ ഒരാളുടെ കാര്യം, എന്ത് ബെസ്റ്റായിട്ടാ ആള് ഒരു കാര്യം പ്രസന്റ് ചെയ്ത്, ഞാൻ ഇന്നലെ റീച്ചാനോട് പറയും, എന്ത് ബെസ്റ്റായിട്ടാ ആ കാര്യം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ അതിനൊന്നും കഴിവില്ലായിരുന്നു എന്നെയും നിങ്ങളെയും എന്തിനാ കർത്താവെ തെരഞ്ഞെടുത്തത്? ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർത്തത്. കർത്താവിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം നമ്മളെ കുറിച്ച് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ തിരിച്ചറിയണം. ഒരു തിരിച്ചറിവോടെ ആ ദൈവരാജ്യത്തിന് അവകാശിയാ, ഞാൻ ദൈവ മകളാ, ഞാൻ വിശ്വാസിയാ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മളൊന്ന് തിരിച്ചറിയണം. നിർണയപ്രകാരം നമ്മളെ വിളിച്ചതാ, കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനെന്നാ വചനം പറയുന്നത്. ആ വിശ്വസ്തയോടെ, ആ വിശ്വസ്തനായ കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? പലപ്പോഴും കർത്താവിന്റെ കാര്യങ്ങളാ ഒന്ന് നമ്മളെ ജോലി ചെയ്ത് ക്ഷണിച്ചു വരുമ്പോ നാളെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, അതെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നു. ഒരു കൂട്ടായ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം ഉണ്ടെങ്കിൽ കൂട്ടായ്മ ആദ്യം മാറ്റി വെക്കും, അല്ലെങ്കിൽ പ്രാർത്ഥന ആദ്യം. കല്യാണത്തിന് ഒരു മാസം മുമ്പേ സാരി എടുക്കും. നമുക്ക് അത്രയ്ക്കുള്ള ഒരു ഭയങ്കര പ്രീ പ്ലാൻ. ഒരു സഭായോഗത്തിന് പോകാൻ ഒരുങ്ങാറുണ്ടോ? ഒരു സഭായോഗത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സഭായോഗത്തിന് വരുമ്പോഴാണ് കാഞ്ചീപുരം സാരി ഒക്കെ എടുത്തോണ്ട് വരുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മള് നോക്കിക്കേ, ഏറ്റവും കുറഞ്ഞ ഒരു സാധനം സഭായോഗത്തിനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അന്ന് അവിടെ വരുന്നത് രാജാതിരാജനാണ്, കർത്താതി കർത്തനാണ്. വി ഓണർ ഗോഡ്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മള് കർത്താവിന്റെ മുമ്പിൽ സിമ്പിളാ, താഴ്മ, നമ്മുടെ താഴ്മ നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ് അല്ലെ. ഈ വെളി കർത്താവ് നോക്കിയ വെളി കാണുന്നൊന്നും കർത്താവ് നോക്കുന്നില്ല, അവൻ ഹൃദയത്തിന്റെ അകത്തോട്ടാണ് കർത്താവ് നോക്കുന്നത്. നമ്മള് കളറുള്ളതൊന്നും എടുത്തില്ല, കളറുള്ള ഇട്ടുകൊണ്ട് ഇരുന്നാൽ എന്താ കുഴപ്പം? നമ്മള് ഏറ്റവും ബെസ്റ്റായിട്ട്, ഏറ്റവും നീറ്റായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പോകുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ധരിച്ച്, ഏറ്റവും ബെസ്റ്റായിട്ട് ഒരുങ്ങി, പൗഡറൊന്നും ഇട്ടാ കർത്താവിന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 2 ക്രീം പരട്ടിയാലൊന്നും കർത്താവിന്. നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ എത്രമാത്രം ഒരുങ്ങിയായിരിക്കും പോകുന്നത്, ഇല്ലേ? ആ കർത്താവിന് നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചത്? കർത്താവിന്റെ കൂടെ ആ കർത്താവിൻ വിളിച്ചത്, ആ വിളി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ തക്കവണ്ണം നമുക്കിന്ന് സാധിക്കണം. ആ കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ, കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ, കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷീന പറഞ്ഞ പോലെ he has called us for a purpose. ആ പർപ്പസ് എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ
വി വിൽ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, അതിൻ്റെയൊക്കെ മുമ്പിലായിരിക്കും കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. പക്ഷെ കർത്താവിന് അതൊന്നും അല്ല നമുക്ക് തരാനാകും. അത് നമുക്ക് തരും. ആ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ വിളിച്ചു പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം, അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാതെ പോകത്തില്ല. നമ്മുടെ നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് നൽകി തരുമെന്ന് കർത്താവിന്റെ വാക്കാണോ, അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് തരും. പക്ഷേ അതിനേക്കാളെല്ലാം ഹയർ പർപ്പസ് ആണ് കർത്താവിന് എന്റെ മേലുള്ള വിളി. ഷീന മുമ്പേ പറഞ്ഞ പോലെ നമ്മളെക്കാൾ കഴിവുള്ളവരും മിടുക്കുള്ളവരും അറിവുള്ളവരും സൗന്ദര്യമുള്ളവരും സമ്പത്തുള്ളവരും ഒക്കെ ഈ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നപ്പോഴും കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ ദേ വർ അൺസ്കൂൾഡ്. അവർ പഠിച്ചിട്ടില്ല, ഒന്നും അവർക്ക് വിദ്യാഭ്യാസമില്ല, അറിവില്ല. ഞാൻ പറയും, പത്രോസിന് മര്യാദയ്ക്ക് ഒരു മീൻ പിടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. കർത്താവ് കാണുമ്പോഴൊക്കെ ഹിസ് ബോട്ട് വാസ് എംപ്റ്റി, അല്ലെ, തന്റെ പടക് ശൂന്യമായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെയുള്ളവരെ കർത്താവ് തെരഞ്ഞെടുത്ത് തന്റെ മഹത്വം എന്താണെന്ന് അവരിലൂടെ കർത്താവ് കാണിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തത് വെറുതെ അല്ല, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ അനേകർക്ക് കാണിക്കേണ്ടതിന്, നിങ്ങളെ പല സ്ഥലങ്ങളിൽ ഒരു അടയാളമാക്കി നിർത്തേണ്ടതിന്, ഒരു ഡിസ്പ്ലേ ആയി നിർത്തേണ്ടതിന്, ഒരു ഡെമോൺസ്ട്രേഷൻ ആയി നിർത്തേണ്ടതിന്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിന് നിങ്ങളെ കൈ ചൂണ്ടി പറയണം, ഐ ആം ഹിസ് ഗോഡ്, ഞാൻ അവന്റെ ദൈവമാണെന്ന്. കർത്താവ് ഹി ടേക്സ് ഓൾ ദ ക്രെഡിറ്റ്, അല്ലെ, കർത്താവ് അതിനുള്ള മുഴുവൻ ക്രെഡിറ്റും കർത്താവ് എടുത്തോണ്ട് പറയാം, ഞാൻ റെജിയുടെ കർത്താവാണ്, ഞാൻ ഷീനായുടെ കർത്താവാണ്, ഇന്ന് ഇതിന്റെ അകത്ത് ഞാൻ ഡയാനയുടെ കർത്താവാണ്, ഞാൻ ജോയിയുടെ കർത്താവാണ്. നോക്കിക്കേ, ഇതിന്റെ അകത്ത് ജാസ്മിന്റെ കർത്താവ്, ജാസ്മിൻ ജോളിയുടെ കർത്താവാണ്, മോൻസി തോമസിന്റെ കർത്താവാണ്. കർത്താവിന് അങ്ങനെ പറയാനാണ് കർത്താവിന് ഇഷ്ടം. കർത്താവിന് എന്റെയും കൂടെ പേര് നോക്കി, നമ്മൾ കർത്താവിൽ അകന്ന് ജീവിച്ച നമ്മളെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച് വരുത്തി എനിക്ക് സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതെന്റെ സ്വന്തമാക്കി തീർക്കാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നോക്കിയാ, ഇന്ന് ഷീന പറഞ്ഞതുപോലെ റോമൻസ് 8:28 പറയുന്ന വി ആർ കോൾഡ് ഫോർ എ പർപ്പസ്. നമ്മൾ വിളിക്കപ്പെട്ടതിന് ഒരു ഉദ്ദേശമുണ്ട്. നമുക്കൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. പ്രൈസ് ലോർഡ്. ഇവിടെ നിൽക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. എന്നെ തെരഞ്ഞെടുത്തതിന്റെ കർത്താവിന്റെ ഉദ്ദേശം അവന്റെ സന്നിധിയിൽ ഞാൻ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത്, ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ഇൻ ഹിസ് സൈറ്റ്. കർത്താവിന്റെ നോട്ടത്തിൽ, കർത്താവ് ഞാൻ എന്നിലോട്ട് നോക്കിയാൽ എനിക്ക് ഒത്തിരി കുറവുണ്ട്. പക്ഷേ കർത്താവ് എന്നിലോട്ട് നോക്കുമ്പോൾ കുറവുള്ളവനല്ല. പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവ് പിതാവിനോട് പറയും, അവൻ എന്റെ രക്തത്താൽ കഴിവുള്ളവനാണ്. തന്റെ വിശുദ്ധി, പ്രൈസ്, ആ ഗ്ലോറി എന്നെ നിങ്ങളെ പതപ്പിക്കാനാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ ദൈവവചനം പറയുകയാണ്, അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായി ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന്, നോക്കിയ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് കർത്താവിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പ്രൈസ്, കർത്താവ് നോക്കിയേ, എന്നെ നിങ്ങളെ കുറിച്ച് ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് കർത്താവ് നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് അതിന്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്താണ്. അവിടെ മലയാളത്തിൽ മിസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ആ വാക്യത്തിൽ ഹോളി ആൻഡ് ബ്ലെയിംലെസ് ഇൻ ഹിസ് സൈറ്റ് ഇൻ ലവ്, സ്നേഹത്തിൽ. അവിടെ ഒരു വാക്കുകൂടി അവിടെ ഇംഗ്ലീഷിൽ ചേർത്തിട്ടുണ്ട്, ഇൻ ലവ്, സ്നേഹത്തിൽ എന്നെ തരും. കർത്താവിന് എന്റെ പല കാര്യങ്ങളും കർത്താവിന് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ കർത്താവിന് എന്നോട് സ്നേഹമായിരുന്നു. ഗോഡ് സോ ലവ് ദിസ് വേൾഡ്, ഈ ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് കുറവുള്ളവരുടെ, ഹി ഈസ് ദ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, കുറവുള്ളവരുടെ സ്നേഹിതനായിരുന്നു, കുറവുള്ളവരുടെ കൂടിയാണെന്ന്. നീ പരീശന്മാരുടെയും ചുങ്കക്കാരുടെയും കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന, അല്ലേ, ചുങ്കക്കാരുടെ കൂടെ
കൂടെയും വേശ്യമാരുടെയും കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ പരീശന്മാരവനെ കുറ്റപ്പെടുത്തിയത് അല്ലേ? പരീശന്മാർ കുറ്റപ്പെടുത്തുകയാണ്, അവനെ പോയിന്റ് ചെയ്യുകയാണ്. നീ കുറവ്, അതെ, കർത്താവ് കുറവുള്ളവരെ തേടിയാണ്. കർത്താവ് പറയാൻ, ഞാൻ പാപികളെ, ഞാൻ തികഞ്ഞവരെ അന്വേഷിച്ചല്ല വന്നത്, ഞാൻ പാപികളെ അന്വേഷിച്ചാണ് ഞാൻ ഭൂമിയിലോട്ട് വന്നത്. എന്തിനു വേണ്ടിയാണ് അന്വേഷിച്ച് വന്നത്? ടു മേക്ക് മീ ഹോളി ആൻഡ് ബ്ലെയിംലെസ്. നോക്കിക്കേ, എന്നെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന്. നോക്കിയേ, ആ പ്ലാൻ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്. നമ്മൾ ഇതേ കാര്യം യെരമ്യാ പ്രവചനത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിയേ, യെരമ്യാവിനോട് കർത്താവ് പറയുകയാണ്, അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യെരമ്യാ പറയാ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നോക്ക കർത്താവിന്റെ പ്ലാൻ. കർത്താവ് അവിടെ എന്തിനു വേണ്ടിയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറയാണ്. വായിച്ചേഷിന, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി. നിന്നെക്കുറിച്ചുള്ള കോളിംഗ് ഹയർ കോളിംഗ് ആണ്. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഉടനെ നോക്കിക്കേ, ജാതികളുടെ മുമ്പിൽ ഒരു പ്രവാചകനായി രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് യെരമ്യാവിനോട് പറയാ, ഞാൻ അതിനായിട്ടാണ് നിന്നെ ചൂസ് ചെയ്ത്. അപ്പൊ കൊച്ചു പയ്യനാ. യെരമ്യാവ് പറയാ, കൊച്ചു പയ്യനാ, ഞാൻ ബാലനല്ലോ. അടുത്ത വാക്യം, എന്നാൽ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ നോക്കിയ നമ്മള് ഡോണ്ട് കൗണ്ട് യുവർ സെൽഫ് ആസ് എ കുറവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കൗണ്ട് ചെയ്യരുത്. അവന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. ആ മറിയോട് പറയുന്നത്, ഇതെങ്ങനെ നോക്കിയ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ദ പവർ ഓഫ് ഗോഡ് വിൽ കം അപ്പോൺ യു. നിന്റെ ഉള്ളിൽ ഞാൻ ഒരു വിശുദ്ധ പ്രജയെ തരും. നീ ആ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. പ്ലീസ്, എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ, അല്ലേ? എവരിത്തിങ് ഇസ് പോസിബിൾ. അസാധ്യം എന്ന് പറയുന്ന ഒരു വാക്കില്ല. പക്ഷെ ഒരു കാര്യം വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, യേശുവിൽ വിശ്വസിക്കുന്നവരോട് പറയാം, നിങ്ങളെ തെരഞ്ഞെടുത്തതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ഇവൻ പറയാൻ, ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് എന്ത് സാധിക്കും? ഒന്ന് വായിച്ച ശില. ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. നീ പറയരുത്, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് നീ പറയരുത്. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. കർത്താവ് തെരഞ്ഞെടുത്തതാണ്, കർത്താവ് വിളിച്ചതാണ്. നോക്കി, 800 കോടി ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്, എന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് എവിടെയോ ഈ ലോകത്തിന്റെ ഒരു മൂലയിൽ ആരും കാണാതെ ഷാപ്പിന്റെ അകത്തും ബാറിന്റെ അകത്തും ഒക്കെ ഇരുട്ടത്തിരുന്ന എന്നെ എന്റെ കർത്താവ് കണ്ട് തെരഞ്ഞെടുത്തു. കൊള്ളാവുന്ന ആളെ അല്ല തെരഞ്ഞെടുത്തത്, കൊള്ളുവേലാത്ത ആളെയാ തെരഞ്ഞെടുത്തത്, ഒരു കഴിവില്ലാത്ത ആളെ തെരഞ്ഞെടുത്തത്, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന വ്യക്തിയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ വിശുദ്ധനും എന്ന് തന്റെ നോട്ടത്തിൽ, നമ്മുടെ നോട്ടത്തിൽ ഒത്തിരി കുറവുണ്ടായിരിക്കും, മറ്റുള്ളവർ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, അല്ലേ? എന്നാൽ തന്റെ നോട്ടത്തിൽ കർത്താവ് നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതുപോലെ വേണം നിങ്ങളെ കാണാൻ. എങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ സൈറ്റിൽ, ഇൻ ഹിസ് സൈറ്റ് ഹു ഐ ആം, കർത്താവിന്റെ നോട്ടത്തിൽ, കർത്താവിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ആരാണ്? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിത്യതയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. കർത്താവ് എന്നെ നിത്യതയ്ക്ക് വേണ്ടി, അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്ലാൻ അല്ല എന്റെ പ്ലാൻ. നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ കണ്ണിൽ ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനുമാണ്. ഇവിടെ യെരമ്യാവ് പറയുന്നത്, ഞാൻ ബാലനല്ലോ, എനിക്ക് എന്നാ കഴിവ്, എനിക്ക് കഴിവൊന്നുമില്ലാത്ത ഞാനൊരു കൊച്ചു പയ്യനല്ലേ, എന്നെ കൊണ്ട് ജാതികൾക്ക് ഞാൻ എങ്ങനെ പ്രവാചകനാകും, ഞാൻ എങ്ങനെ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും? തനിക്ക് ചോദ്യമാണ്, എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും? നോക്കിയേ, വായിക്കാം ശിന. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. ഇന്ന് ആരോട് പറയാം, ഭയപ്പെടരുത്. ചില ഇഷ്യൂസ് ഒക്കെ ഇന്ന് പകരം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന്റെ അകത്ത് ആരോടൊക്കെയോ കർത്താവ് പറയാം, നീ ഭയപ്പെടരുത്. ഡു നോട്ട് ഫിയർ. കർത്താവിന് പറയാനുള്ളതും ഡു നോട്ട് ഫിയർ എന്നായിരുന്നു, ഭയപ്പെടേണ്ട. അപ്പോസ്തലനായ പൗലോസും പറയാം, ഭയപ്പെടേണ്ട.
ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ കർത്താവാണ്, ഞാനാണ് നിന്നെ വിളിച്ചത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. ഡു നോട്ട് ഫിയർ. ബാലനോട് പറയാ ഭയപ്പെടേണ്ട. കൊച്ചു പയ്യനോട് പറയാം ജാതികൾക്ക് പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുക. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. എന്നെ കണ്ടു, പ്രവാചകനായിട്ട് കണ്ടു, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ള വ്യക്തിയായിട്ട് കണ്ടു. നോക്കിക്കേ പ്രീസ്, ഇവൻ പറയും എന്നെ കൊണ്ട് നടക്കത്തില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് മിടുക്കില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പ്രീസ് നോക്ക്, എന്തൊക്കെ വേണമെങ്കിലും നമ്മുടെ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെ വേണേലും പറയാം, പക്ഷെ നമുക്കൊരു പെർഫെക്റ്റർ ഉണ്ട്. ഇന്ന് ഇംപെർഫെക്റ്റ് ആയിരിക്കും, ഇന്ന് പല വാക്വം ആയിരിക്കും ജീവിതത്തിൽ, പല ശൂന്യതകൾ ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടേക്കാം, പക്ഷേ എന്നെ നിറയ്ക്കുന്ന ഒരാളുണ്ട്. കർത്താവിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയാം. നിങ്ങൾ കർത്താവിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ നിറയ്ക്കുന്ന ഒരാളുണ്ട്, എനിക്ക് തരുന്ന ഒരാളുണ്ട്. ഞാൻ വിശുദ്ധനാണ്, ഞാൻ നിഷ്കളങ്കനാണ്. അവന്റെ നോട്ടത്തിൽ, അവന്റെ ഇൻ ഹിസ് സൈറ്റ് എന്ന് എഴുതി, അവന്റെ നോട്ടത്തിൽ ഞാൻ വിശുദ്ധനായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുക. നോക്ക്, അവിടെ പറയാണ്, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ നോക്കിക്കേ, അവന്റെ യഹോവ കൈ നീട്ടി തന്റെ വായെ തൊട്ടു. നോക്ക് കർത്താവ് ഒരു കഴിവുമില്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടപ്പോൾ ആ വ്യക്തി അത്ഭുതമായി മാറി, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറി, ജാതികൾക്ക് ഒരു പ്രവാചകനായി മാറി. ഞാൻ ഓർക്കുക, കഴിവില്ല എന്ന് പറഞ്ഞ ആ യെരമ്യാവിനെ കൊണ്ട് നോക്ക് 104 അധ്യായങ്ങൾ എഴുതിച്ചു. 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ, നോക്ക് യെരമ്യാ പ്രവചനം, വിലാപങ്ങളുടെ പുസ്തകം, അങ്ങനെ നോക്ക് 104 അധ്യായം ഒരു കഴിവുമില്ലാത്ത ഒരാളെ കൊണ്ട് കർത്താവ് എഴുതിപ്പിക്കുക. ഞാൻ ബാലന, എന്നെ കൊണ്ട് കഴിവ്, നീ അങ്ങനെ പറയരുത്. ഇന്ന് എന്നെ കൊണ്ട് സാധിക്കും, അങ്ങനെ പറയരുത്. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ മതിൽ ചാടിക്കൾ ഗോഡ്. എന്നിട്ട് കർത്താവ് അതിന്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെങ്കിലും വീണ്ടും എന്നോട് ചേർത്തൊന്ന് പറയുകയാണ്. അതിന്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, 18-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച ഷീന. നീ എഴുന്നേറ്റ് കുശവന്റെ ഒരാളുടെ കുശവന്റെ വീട്ടിലോട്ട് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകാൻ. നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലോട്ട് പോകുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തു. കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം, കുശവൻ കളിമണ്ണ് എന്ത് ചെയ്തു? കയ്യിലെടുത്തു. കുശവൻ കളിമണ്ണ് കയ്യിലെടുത്തപ്പം തന്നെ കുശവൻ ചില കാര്യങ്ങൾ കാണുകയാണ്, അല്ലെ? ഞാൻ ഈ പാത്രത്തെ ഇന്നതാക്കി തീർക്കും, ഈ മണ്ണിനെ ഞാൻ ഇന്നതാക്കി തീർക്കും, അല്ലെ? ആ കളിമണ്ണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു കുശവനൊരു പ്ലാൻ ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തപ്പം കർത്താവിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഒരു കുശവന് ഒരു കളിമണ്ണ് കയ്യിലെടുക്കുമ്പം ഇത് ഏത് പാത്രമാക്കി തീർക്കണമെന്ന് തനിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ, എന്റെ സ്വർഗത്തിലെ കർത്താവിന് എന്നെ നിങ്ങളെയും എന്താക്കി തീർക്കണമെന്ന് കർത്താവിന് ഒരു പ്ലാൻ ഇല്ലാതിരിക്കും. കർത്താവിന്റെ കയ്യിൽ നമ്മളെ കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. സോ ഡു നോട്ട് വെറി. കർത്താവ് പറയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികൾ ഉയർന്നവയാണ്. ആകാശം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങളെക്കാൾ ഉയർന്നവയാണ് എന്റെ വിചാരം. ഗോഡ് ഓൾവേസ് ഹാവ് ഹയർ പ്ലാൻ അബൌട്ട് യു. നിങ്ങളെ കുറിച്ച് ഉയർന്ന പദ്ധതികളാണ്. ആ കുശവൻ ആ കളിമണ്ണ് കയ്യിലെടുക്കുകയാണ്. നോക്കുക, വായിക്കുക ആവശ്യമില്ല. ആ കുശവൻ കളിമണ്ണ് കൊണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി. ചിലപ്പം നമുക്ക് ചില അബദ്ധങ്ങളും മിസ്റ്റേക്സും ഒക്കെ പറ്റും, അല്ലേ? ആ അബദ്ധം പറ്റി, ഒരു മിസ്റ്റേക്ക് പറ്റി, എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞ് ഇട്ടിട്ടോടാൻ ആരോടോ പറയുകയാണ്. ഇട്ടിട്ടോടാൻ എളുപ്പമാണ്, പക്ഷെ അത് നേടിയെടുക്കും എങ്ങനെയാ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണ്. ഇതിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ഗോഡ് ഈസ് ഇൻ ദിസ് ബാറ്റിൽ. ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിന്റെ അകത്ത് എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. എന്നെ വിളിച്ചതാണ്, അവൻ എന്നെ നീതീകരിച്ചതാണ്, അവൻ എന്നെ തേജസ്കരിച്ചതാണ്, അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടതാണ്.
വിളിച്ചതാണ്. അവൻ മുന്നറിഞ്ഞ് എന്നെയാണ് വിളിച്ചത്. വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചു. പൗലോസ് പറയുന്ന വാക്ക് കർത്താവ് അനുകൂലമെങ്കിൽ കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമില്ല. നത്തിങ് ക്യാൻ സ്റ്റാൻഡ് അഗൻസ്റ്റ് യു. ചിലപ്പം അബദ്ധങ്ങൾ പറ്റും, മിസ്റ്റേക്കുകൾ പറ്റും, പരാജയങ്ങൾ പറ്റും. അയ്യോ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടാൻ വേണ്ടിയല്ല. ഡോണ്ട് റൺ അവേ. ആരോട് പറയാ? ഡോണ്ട് റൺ അവേ. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ തല ഉയർത്തിപ്പിടിച്ച് അതിന് മുമ്പിൽ ഒന്ന് നിന്നേ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ്, ഹി ഈസ് ഡെഫിനറ്റ്ലി ഇത്. ആ കർത്താവ് ആ തെരഞ്ഞെടുത്ത് ടു ബി ബ്ലെയിംലെസ്, കുറ്റമില്ലാത്ത ആള്. കർത്താവിന്റെ കണ്ണി ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറ്റമില്ല. എന്നെ നീതീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു, അവന്റെ മക്കളാക്കി തീർന്നു. ദൈവരാജ്യത്ത് ഹി ഹസ് ഗ്രാഫ്റ്റഡ് മീ ഇൻടു ഹിസ് കിങ്ഡം. ദൈവരാജ്യത്തോട്ട് എന്നെ കൂട്ടിച്ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. അവൻ സ്വന്തമായതിലെ, യോഹന്നാൻ പറയാണ്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ ഹി ഹസ് ഗ്രാഫ്റ്റഡ് മീ. യോഗ്യതയില്ലായിരുന്നു, അതിനുള്ള അവകാശമില്ലായിരുന്നു. അവൻ സ്വന്തത്തിലേക്കാ വന്നത്. നോക്ക് പ്രൈസറോ. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഞാൻ പലപ്പോഴും പറയും, വീണ് കിട്ടിയ ഭാഗ്യം. വീണ് കിട്ടിയ ഭാഗ്യമൊന്നുമല്ല, തെരഞ്ഞെടുത്തതല്ലേ. തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഈ ഭൂമിയിലോട്ട് വരുന്നതിന് മുമ്പേ എന്റെ കർത്താവ് മാസ്റ്റർ പ്ലാൻ ഇട്ടുവെച്ച് കർത്താവിന്റെ മാസ്റ്റർ പ്ലാനിലോട്ട് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തത്. ഓ ഹൗ ഗ്രേറ്റ് അല്ലേ. ആ കുശവൻ നോക്ക്, ആ കുശവൻ ആ കളിമണ്ണ് എടുത്ത് ഒരു പാത്രം ഉണ്ടാക്കി. ആ പാത്രം കയ്യിൽ നിന്ന് ഉടഞ്ഞുപോയി. താൻ വിചാരിച്ച പോലെ അത് വന്നില്ല. ഉടനെ ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞു പോയോ? എന്നാൽ കുശവൻ ആരോടാ? ഐ എം ടോക്കിംഗ് ടു സമ്മൺ കേട്ടോ. ഞാൻ ആരോടാ പറയുന്നത്? ചില ഇഷ്യൂസിലൊക്കെ, ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടായി കാണും. സെറ്റ് ബാക്ക് കണ്ടൊന്നും തിരിഞ്ഞോടാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. സെറ്റ് ബാക്സ് ഉണ്ടാകും. ഈ ഭൂമിയിൽ സെറ്റ് ബാക്ക് ഇല്ലാത്ത ആരുമില്ല, അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നു? നമ്മൾ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ബിക്കോസ് നമ്മുടെ പ്ലാനിലല്ല നമ്മൾ നിൽക്കുന്നത്. ഹിസ് പ്ലാൻ, അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ, കർത്താവിന്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഹി ലവ്സ് മീ. ഇൻ ലവ് എന്ന് അവിടെ എഴുതി. എനിക്ക് ആ വാക്ക് എന്നെ ഒത്തിരി തൊട്ടു. ഇൻ ലവ്, എന്നോട് സ്നേഹമായതുകൊണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കത്തില്ല. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ കരുതത്തില്ലേ. നമുക്കില്ലേലും അവർക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ലേ. നോക്കിയ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, അല്ലേ? ലവ് നെവർ കീപ് ദ റെക്കോർഡ് ഓഫ് സിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. പ്ലീസ് നോക്ക്, ഈ റെക്കോർഡ് ഓഫ് സിൻസ് നോക്കിയേ, പാപങ്ങളുടെ ബഹുത്വത്തെ, അല്ലേ? സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ ക്ഷമിക്കുന്നു, മറയ്ക്കുന്നു. നോക്ക്, എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഇവിടെ കുശവന്റെ കയ്യിലിരുന്ന കളിമണ്ണ്, ആ കളിമണ്ണ് ഒരു പാത്രമാക്കി ചമച്ചപ്പോൾ അത് ഉടഞ്ഞുപോയി. പക്ഷെ അതുകൊണ്ട് താൻ നിർത്തിയില്ല. കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി, തനിക്ക് തോന്നിയതുപോലെ. അപ്പം ഗോഡ് ഈസ് ഇൻ ഡ്രൈവിംഗ് സീറ്റ്. കർത്താവ് ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വർഗത്തിലാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ കഴിവിലൊക്കെ നമ്മൾ ഓടും. ഒന്നും അല്ല. നമ്മുടെ കഴിവും മിടുക്കും ഒന്നും ഇതിന്റെ അകത്ത് നമ്മുടെ ഒന്നുമില്ല. കർത്താവ് ചെയ്തിരിക്കുന്ന മാസ്റ്റർ പ്ലാനിലോട്ട് കൊണ്ടുവന്നത് യെരമ്യാവ് അതല്ലേ പറഞ്ഞേ? എന്നെ കൊണ്ട് കഴിവില്ല, ഞാൻ ബാലനാ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചെയ്തോ, ഉപയോഗിച്ചോ. ഈ ബൈബിളിന്റെ അകത്ത് 104 അധ്യായങ്ങൾ എഴുതിച്ചോ. കഴിവില്ലെന്ന് പറഞ്ഞ ആള് നടക്കുവോ? നടക്കും. നിങ്ങളെ കൊണ്ട് നടക്കുമെന്നേ. ബൈ ദ വൺ ഹൂ സ്ട്രെങ്തൻസ് മീ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നടക്കും. സ്വന്തം ശക്തിയിലും സ്വന്തം വിവേകത്തിലും ഊന്നരുത്. There's a person who strengthens, എന്നെ ശക്തനാക്കുന്ന ഒരാളുണ്ട്. Believe in his might. നിങ്ങളെ അവന്റെ ശക്തിയുടെ പ്രദർശനമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ഒരു ഡിസ്പ്ലേ ആക്കി, ഒരു ഡെമോൺസ്ട്രേഷൻ ആക്കി പലരുടെയും മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ പൗലോസിനെ തെരഞ്ഞെടുക്കാൻ പറയുക. നിന്നെ ഞാൻ കണ്ടത് ജാതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നിൽക്കേണ്ടത് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഗോഡ് ഹാസ് എ പ്ലാൻ.
എന്നിട്ടോ അടി ഇടിയും തൊഴി എവിടെ ചെന്നാലും മേടിച്ചു കൂട്ടുമായിരുന്നു. എവിടെ ചെന്നാലും കർത്താവിന്റെ എവിടെ ചെന്നാലും താൻ ഉപദ്രവം ഏൽക്കുമായിരുന്നു. പക്ഷെ ജയിച്ചോ? രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തിയോ? റോമിൽ നിർത്തുമെന്ന് പറഞ്ഞാൽ റോമിൽ നിർത്തിയോ? യെരുശലേം എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷി പോയ വഴിക്ക് റോമിലോട്ടാ പോകുന്നത്. ഒരിക്കൽ കടലിന്റെ അകത്ത് തീർന്നോ? തീരത്തില്ല. മാൾട്ടായിൽ നോക്കി അണലി കടിച്ച് തീരേണ്ടതല്ലാണോ? തീർന്നോ? തീരത്തില്ല. ഈശാനമൂലം കൊടുങ്കാറ്റിൽ തീർന്നില്ലെന്നേ. എങ്ങനെയാ പോയേ? ചെങ്ങല ധരിച്ചോണ്ടാ പോയേ. പക്ഷെ ഏറ്റവും അധികം വർഷങ്ങൾ അവിടെ പാർത്ത് നോക്കി, ആ റോമിൽ ഏറ്റവും കൂടുതൽ നാൾ പാർത്ത് കർത്താവിന്റെ വേല നിറപടിയായി ചെയ്തു. കർത്താവിന്റെ പ്ലാൻ നിവർത്തിക്കാൻ കർത്താവിന് അറിയാം. ചിലപ്പോൾ ഒരു കർത്താവ് പലതും നമ്മളെ പുറത്തെടുക്കുന്ന നമ്മുടെ പ്രതികൂല കാലാവസ്ഥകളിലാണ് നമ്മളെ പുറത്തെടുക്കുന്നത്. നമ്മുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട പല വെല്ലുവിളികളുമാണ് നമ്മൾ ആരാകുന്ന അത് നമ്മളെ ആക്കി തീർക്കണം. ഇന്ന് നമ്മൾ എന്താണോ അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ വന്ന പല കൊടുങ്കാറ്റുകളുമാണ് ഇന്ന് നമ്മൾ എന്താണോ അത് നമ്മളെ ആക്കി തീർത്തത്. യെസ്, ഇന്ന് ധൈര്യമായിട്ട് എന്തുകൊണ്ടാ ഇല്ല ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയാൻ വി വെന്റ് ത്രൂ മെനി തിങ്സ്. ഞാൻ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു, അകത്ത് കിടക്കേണ്ട ഒരു എനിക്ക് ജാമ്യം എടുക്കണമെങ്കിൽ ഒരു കാലത്ത് 150 പേര് വേണം ജാമ്യം എടുക്കണം. പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള സ്ട്രഗിളിലൂടെ കടന്നുപോയി. ഒരേ സമയത്ത് പല കോടതികളിൽ ഒരേ സമയത്ത് കേസാണ്, എവിടെ അപ്പിയർ ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി വെല്ലുവിളികളുണ്ട്. അങ്ങനെ എന്തുമാത്രം വിഷയങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു. ഇന്നത്തെ ദിവസം അവസാന ദിവസമാണെന്ന് വിചാരിച്ചു. ആത്മഹത്യ ചെയ്യാൻ എത്രയോ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി. പക്ഷെ എന്നെ കർത്താവ് കണ്ടതാണെങ്കിൽ അവിടെയൊന്നും തീർന്നു പോകത്തില്ല. നോക്കുക, കടലിന്റെ അകത്ത് ഈശാനമൂലം തീർത്തില്ലെന്നേ. സൂര്യനെയും ചന്ദ്രനെയും 14 ദിവസം അവർ കണ്ടില്ല. രാത്രിയും പകലും, സൂര്യൻ പകലാണോ രാത്രിയാണോ എന്ന് പോലും അറിയാൻ മേലാത്തതുപോലെ അവർ കപ്പൽ പാറിപ്പോയി. തീർന്നില്ല. കാരണം നിന്നെ റോമിലോട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ റോമിലോട്ട് തന്നെയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കർത്താവിന്റെ പ്ലാൻ. ഈ വലിയ അനുഗ്രഹമൊക്കെ ചെറിയ പാക്കറ്റിലൊക്കെയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആകണമെന്നില്ല അത് വരുന്നു. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പാക്കിങ്ങിലായിരിക്കും അത് വരും. നമ്മൾ ചില പാക്കിംഗ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഗിഫ്റ്റിന്റെ വലിപ്പം ആ പാക്കിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ, അതെങ്ങനെയാണ് റാപ്പ് ചെയ്തിരിക്കുന്ന ഗിഫ്റ്റിന്റെ വലിപ്പം. പക്ഷെ കർത്താവിന്റെ ഗിഫ്റ്റ് അങ്ങനെയല്ല വരുന്നത്. ഒറ്റ വിളി മോനെ, ഒറ്റ വിളി മോളെ, അതിന്റെ അകത്തെല്ലാം ഉണ്ട്. ഞാൻ നിന്റെ ആക്കുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചുനാൾ എടുക്കുമായിരിക്കും അത് കാണാൻ. നോക്കി, കുശവന്റെ കയ്യിലിരുന്ന ആ പാത്രം എന്ത് ചെയ്തു? ചീത്തയായിപ്പോയി. പക്ഷേ എന്ത് ചെയ്തു? കുശവൻ വിട്ടുകൊടുത്തില്ല, മറ്റൊരു പാത്രമാക്കി അതിനെ തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയില്ലയോ എന്നൊക്കെ. ഈ കുശവൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട്. ഒരു കുശവന്റെ കയ്യിലിരുന്ന ഒരു പാത്രം, അത് അഴുക്കായി പോയപ്പോ ഇട്ടിട്ട് ഓടിയില്ല. ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞില്ല. ഞാൻ ഇതുകൊണ്ട് തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി അതിനെ തീർത്തു. അത് കൊട്ടാരങ്ങളിലോട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. നോക്ക്, ഈ കുശവൻ ഈ കളിമണ്ണിനോട് ചെയ്തതുപോലെ കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് നിന്നോട് ചെയ്യാൻ സാധിക്കും. അവിടെ യെരമ്യാവിനെ കർത്താവ് പഠിപ്പിക്കുകയാണ്, സംസാരിക്കുകയാണ്. സോ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഉറപ്പോടെ പറയാം, യു കോൾഡ് ഫോർ എ പർപ്പസ്. നിങ്ങളെ വെറുതെ വിളിച്ചതല്ല, വിളിച്ചതിന് ഒരു ഉദ്ദേശം. തല ഉയർത്തി പിടിച്ചതൊന്നും തിരിഞ്ഞോടരുത്. ചിലതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോകരുത്. സ്റ്റാൻഡ് ഫേം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Those who know their God will stand firm and do big exploits. ദൈവത്തെ അറിയുന്ന ജനം, do you know him? അവന്റെ സ്വഭാവത്തെ അറിയാവോ? അവന്റെ സ്നേഹത്തെ അറിയാവോ? നിങ്ങളെ ഒത്തിരി സ്നേഹിച്ചതാണെന്ന് അറിയാവോ? ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതികൂല ക്ഷീണ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ.
ഒരു വലിയ ഞാൻ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിഭയങ്കരമായ ഒരു വിഷയത്തിൽ പെട്ടെന്ന് ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ട്. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം വാസ്തവത്തിൽ ഞാൻ കേട്ട കാര്യങ്ങൾ എന്നെ അതിഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു സൂം മെസ്സേജാണ്. കോവിഡിന്റെ കാലത്ത് ഒരു സൂം മെസ്സേജാണ്. അപ്പൊ കോള് ഞാൻ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം, ദൈവത്തെ അറിയുന്ന ജനം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. 32-ന്റെ അവസാനം ഷീന ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെയാണ് ഞങ്ങളെ നടത്തിയത്. ദിസ് ഇസ് അവർ ഈ ടുഗദർ വിത്ത് ജീസസ് എല്ലാ ദിവസവും രാവിലെ വന്നിരുന്ന് പറയുന്നത്, ദിസ് ഇസ് അവർ ഹാർട്ട്. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും. ഞാൻ ഈ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വലിയ കൊടുങ്കാറ്റടിച്ച്. പക്ഷേ ആ വാക്യത്തിന്റെ ശക്തി, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനം തന്നെ ലജ്ജിക്കാൻ സമ്മതിച്ചില്ല. അവിടെ നോക്ക്, അവിടെ ഉടനെ പ്രൊവിഷൻസ് ഇറങ്ങി, അവിടെ വ്യക്തികൾ എഴുന്നേറ്റു, അവിടെ ഫേവറുകൾ ഉണ്ടായി, അവിടെ കർത്താവിന്റെ കരം എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുമ്പോ നോക്ക്, എനിക്ക് വേണ്ടി ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് പോലെ വ്യക്തികൾ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞു, അറിയാൻ മേലാത്ത അതാ പലരും തള്ളിക്കളഞ്ഞെടുത്ത്. എന്റെ പൊന്നെ, ആരൊക്കെ നിന്നെ തള്ളിയാലും തള്ളാത്ത ഒരാളോ. നിന്റെ വിളി വലുതാണ്, നിന്റെ വിളി ഉയരത്തി എന്നുള്ള വിളിയാണ്. കർത്താവാണ് എന്നെ വിളിച്ചിരുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിവില്ല. പരാജയത്തിൽ ഇട്ടിട്ടോടരുത്, പരാജയത്തിൽ തല ഉയർത്തി പിടിച്ചോണം. വിളിച്ച ആളിലോട്ട് നോക്കിക്കോണം. എന്നെ നോക്ക്, എത്ര വലിയ വിളിയാണ് നമ്മുടെ മേൽ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഞാൻ കർത്താവിന്റെ അതിശക്തമായ ഒരു മഹത്വം, ഐ നോ ദ ഗ്ലോറിയസ് ഡിസെൻഡ്. ഇന്ന് കേൾക്കുന്നവരുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. കർത്താവ് ചിലരെ തൊടുകയാണ്, ചില ഹൃദയങ്ങളെ കർത്താവ് തൊടുന്നത് ഞാൻ കാണുകയാണ്. ചില ജീവിതങ്ങളിൽ ഒരു കഴുകൽ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട്. ചില ജീവിതങ്ങളിൽ ഒരു കഴുകൽ സംഭവിക്കുകയാണ്. എനിക്ക് കുറവുണ്ടോ? ഇല്ല, നിനക്ക് കുറവില്ല. അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത്. ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് അവൻ എന്നെ തെരഞ്ഞെടുത്തതാണ്. തന്റെ സ്നേഹത്തിൽ കൂടി എഴുതിയിരിക്കുക, തന്റെ സ്നേഹം. If God loves you, God is for you, who can be against you? ഒന്നിനും എതിരെ നിൽക്കാൻ സാധിക്കരുത്. So we are going to pray. കർത്താവ് എനിക്ക് ആരോടോ പറയാ, ഡോണ്ട് റൺ അവേ. ഇതല്ല എന്റെ ഇത് കർത്താവ് പെർഫെക്റ്റ് പ്ലാനിലാണ് നിന്നെ ആക്കിയിരിക്കുന്നത്. എ വെരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് പ്ലാൻ. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ സ്വർഗത്തിൽ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരും. പെർഫെക്റ്റ്, തെറ്റിയില്ല. നമ്മുടെ മിസ്റ്റേക്സിനെ പോലും കർത്താവ് മിറക്കിളാക്കുന്നവനാണ്. നമുക്ക് മണ്ടത്തരായിരിക്കും പറ്റിയേ, നമ്മൾ മണ്ടനായിരിക്കും, പക്ഷെ അതിനെ മിറക്കിളാക്കും കർത്താവ്. God can. God can't അല്ല, God can. കർത്താവിന് പറ്റുമത്. പോസിബിൾ. ഇമ്പോസിബിൾ ഫോർ മാൻ, പോസിബിൾ ഫോർ ഗോഡ്. ഗോഡ് ക്യാൻ. പ്രാർത്ഥിക്കാം. എനിക്ക് ഐ സീ ദ ഗ്ലോറി ഡിസെൻഡിങ് കേട്ടോ. ആരുടെയൊക്കെയോ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഗോഡ് ഈസ് ടച്ചിങ് മീ ഇൻ എ മൈറ്റി വേ. താങ്ക് യു ഫാദർ. യേശുവേ സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ, നീ ഓരോരുത്തരെയും തൊടണമേ. അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ. അവരുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ കർത്താവ് ഇറങ്ങി ചെല്ലണമേ. എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവരുടെ കൂടെ ചെന്ന് വ്യക്തികളെ അവർക്ക് വേണ്ടി ഒരുക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണമേ. ദൂതന്മാരെ അവർക്ക് വേണ്ടി അയക്കണമേ. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ചുവെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങണമേ. അത്ഭുതകരമായി അവരെ വഴി നടത്തണമേ. കടഭാരത്താൽ തകർന്നിരിക്കുന്നവരുണ്ട്. എന്റെ കർത്താവിന്റെ കരം അവരെ തോണ്ടണമേ. അത്ഭുത വഴികൾ അവർക്ക് വേണ്ടി തുറക്കണമേ. ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. തൊടണമേ അപ്പ. പരിശുദ്ധാത്മാവെ, നീ ഓരോ മക്കളെയും തൊടണമേ.
അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയ, അവൻ വീരനാം ദൈവമാ. എന്റെ കർത്താവിൽ ആശ്രയിക്കുന്ന ആരും തകർന്നും ലജ്ജിച്ചും പോകത്തില്ല. ഈ ലോകത്തിൽ മനുഷ്യർ കൈവിടും, ബന്ധുക്കൾ, മിത്രങ്ങൾ, സഹോദരങ്ങൾ, അപ്പൻ, അമ്മമാർ വരെ കൈവിടുന്ന അവസ്ഥയിലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ തന്റെ മാർവോട് ചേർത്ത് അണച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അണിപ്പഴുതേറ്റ കരം നിങ്ങളെ തൊടുക. ഹല്ലേലൂയ. നിങ്ങളെ തഴുകുക. ഒരു സ്നേഹത്തിന്റെ സ്പർശനം ഹല്ലേലൂയ ഇന്ന് നിങ്ങൾ അനുഭവിക്കുക. ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ കരസ്പർശനം, എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ കരസ്പർശനം നിങ്ങൾ അനുഭവിക്കുക. ഹല്ലേലൂയ. എന്ത് ഭാരമാണേലും അത് ഉരുകി മാറുന്നത് പോലെ, അത് അഴിഞ്ഞു മാറുന്നത് പോലെയുള്ള അനുഭവം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആ വേണ്ടാത്തത് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം. മദ്യപാനത്തിന്റെ ദുരാത്മാവ് ഹല്ലേലൂയ, തമ്മിൽ സംശയത്തിന്റെ ദുരാത്മാവ്, വഴക്കിന്റെ ദുരാത്മാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മാക്കളെയും ഞങ്ങൾ വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എന്റെ കർത്താവിന്റെ കരം തൊടണമേ. ഹല്ലേലൂയ. ജോലി ശരിയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പല മാസങ്ങളായി ആ ജോലിക്ക് സ്റ്റെപ്പ് വെക്കാം, കയറിപ്പോകാം, ഇപ്പം അതിൽ ജോയിൻ ചെയ്യാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. പക്ഷെ ഹല്ലേലൂയ അത് മാറി മാറി പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഹല്ലേലൂയ ആൾക്കാരെ കർത്താവിനെ കാണിക്കുക. അങ്ങനെയുള്ള അവരെ കാണിക്കുക യേശുവിന്റെ നാമത്തിൽ. ഈ മാസം തന്നെ അതിനുള്ള വഴികൾ തുറക്കട്ടെ. ഈ ഓഗസ്റ്റ് 30-ാം തീയതിക്ക് മുമ്പ് അത്ഭുത വഴികൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്റെ കർത്താവ് തുറക്കുന്നതായി പരിശുദ്ധാത്മാവ് പറയുക. നിങ്ങൾ 1-ാം തീയതി ജോയിൻ ചെയ്യും. നിങ്ങൾ സെപ്റ്റംബർ 1-ാം തീയതി അത് ജോയിൻ ചെയ്ത് സൈൻ ചെയ്ത് കയറുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുക. അവിശ്വാസം പറയരുത്. ഇനി ഒന്നും ശരിയാകത്തില്ലെന്ന് പറയരുത്. അത്ഭുതം നടക്കുവെന്നേ, എന്റെ കർത്താവ് വഴി തുറക്കുവെന്നേ, അത്ഭുതകരമായി സൗഖ്യമാക്കുവെന്നേ. അത്ഭുതം നടക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഓരോ ജീവിതങ്ങളെയും കർത്താവ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗാവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വെല്ലുവിളികൾ മാറട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അത്ഭുതകരമായ വഴി, ഇന്ന് ഷിന പറഞ്ഞതുപോലെ അത്ഭുതകരമായ വഴി. ഓഗസ്റ്റ് 30-ന് മുമ്പ് ഈ മാസം കർത്താവ് ആദ്യം പറഞ്ഞ വാക്ക് ദിസ് ഇസ് എ മന്ത് ഓഫ് ഓവർകമ്മിങ്, മറികടക്കുന്ന മാസമാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം ഇറങ്ങുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകളെ തൊടണമേ. സന്തോഷം കൊണ്ട് കർത്താവ് ഭവനങ്ങളുടെ അന്തരീക്ഷത്തെ, ചില വീടുകളുടെ അകത്തളങ്ങളിൽ അന്തരീക്ഷം മാറുന്നത് എന്നെ കർത്താവ് കാണിക്കുകയാണ്. ചില സന്തോഷമില്ലാത്ത ചില ഭവനത്തിന്റെ അകത്ത് സന്തോഷം വ്യാപരിക്കുകയാണ്. ഭിന്നത കൊണ്ടുവരുന്ന വഴക്കുള്ള വീട് യേശുവിന്റെ നാമത്തിൽ സന്തോഷമുള്ള ചിരിയുള്ള വീടായി എന്റെ കർത്താവ് മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണും. താങ്ക് യു ദാറ്റ് യു ആർ ടച്ചിങ്. അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. വരുമാന മാർഗങ്ങളെ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. പുതിയ ജോലികൾ, പുതിയ ബിസിനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾ ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ്. ഡു നോട്ട് വെറി അബൌട്ട് യുവർ ജനറേഷൻ. ഞാൻ ആരോട് പറയുകയാണ്, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ഭാരപ്പെടരുത്. കർത്താവിന്റെ നോക്ക് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാക്കാണ് നമ്മൾ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കുന്ന ഒരാളും താന്നു പോകത്തില്ല. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സ്പർശിക്കുന്ന കൃപയ്ക്കായി എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണം, അത്ഭുതമാക്കി തീർക്കണം. വീടുകളെ കർത്താവ് തുറക്കണം. താങ്ക് യു ജീസസ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കോഴഞ്ചേരിയിൽ സഭ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ റോണക് ബ്രദറാണ്, തങ്ബ്രദറിന്റെ മോന് റോണക് ബ്രദറാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് എനിക്കറിയാം there will be a mighty presence of Holy Spirit. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ സ്ഫോടനം ഉണ്ടാകും. ഇന്ന് യൗവനക്കാരെ മുഴുവൻ എനിക്കറിയാം തലകുത്തി മറിയുന്ന ഒരു കാഴ്ചയാണ് കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുന്നത്. ഇന്ന് കർത്താവ് നിറയ്ക്കും. കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. വീടുകളിൽ ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഓടിവാ. 10 മണിക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. വൈകിട്ട് ഇന്നലെ ഇറ്റ് വാസ് എക്സ്പ്ലോഷൻ. പൊട്ടിത്തെറിയായിരുന്നു, സ്ഫോടനമായിരുന്നു.
പരിശുദ്ധാത്മാവിന്റെ ആ മീറ്റിംഗ് ആരംഭിക്കുന്ന സമയം മുതൽ നോക്കിയ ഒരു മീറ്റിംഗ് അതിന്റെ ഓപ്റ്റിമത്തിൽ പോകുന്നതല്ല, ആരംഭത്തിൽ തന്നെ ഏറ്റവും ഹയർ ലെവലിലാണ് ആരംഭിച്ചത്. സോ ഇന്നലെ വൈകിട്ടും ആ മീറ്റിംഗ് ഇറ്റ് വാസ് സൂപ്പർ, മഹത്വം. ആൾക്കാർ ഒഴുകിയാ വന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ ജനപ്രവാഹം ഉണ്ടായിരുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സോ കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ തോമസ് ഊട്ടുബാറും ശുശ്രൂഷിക്കുന്നുണ്ട് കോഴഞ്ചേരിയിൽ. നമ്മുടെ മീറ്റിംഗിൽ രാവിലെ 8 മണിക്ക് ഞാൻ പ്രിയപ്പെട്ടവരോട് അറിയിക്കാൻ, നോർമലി സൺഡേ മൾട്ടിപ്പിൾ സഭായോഗങ്ങളാണ്, പക്ഷേ നാളെ രാവിലെ 8 മണിക്ക് ഒരു സഭായോഗം കൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ക്ലോസിംഗ് ആണ്. തോമസ് ഊട്ടുബാർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നു. സോ കം വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ട്. ഇത് പ്രതീക്ഷയാണ്. ഞാൻ ചിലതൊക്കെ ഒന്ന് പിടിച്ചെടുക്കും. ആ കേൾക്കുന്ന ഒരു വാക്ക്, ഒരു വചനമായിരിക്കും ഒരു ലൈഫ് ടൈം. ഞാൻ എപ്പോഴും പറയും, ഒരു ലൈഫ് ടൈം, ഒറ്റ വചനം മതി ഒരു ലൈഫ് ടൈം ജീവിക്കാം. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.